Hi, Thesnim flavours like എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇപ്പോഴത്തെ ട്രെൻഡായി വന്നിട്ടുള്ള ഡാൽഗോണ കോഫി എല്ലാവരും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓറിയോ ഡാൽഗോണ ജാസ് ആണ്. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്, അല്ലെങ്കിൽ ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ലെയറായിട്ട് കൊടുത്തിട്ട് ഇത് ഞാൻ ജാറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ പുഡിംഗ് ട്രേയിൽ ചെയ്യാം. അതുപോലെ തന്നെ കോഫി പൗഡർ നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്കൊരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഫ്ലേവർ ഓരോരുത്തരുടെ ഫ്ലേവറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ആ ക്രീമിൽ കോഫി പൗഡർ ചേർക്കുമ്പോൾ അതിന് മധുരം ചിലപ്പോൾ കുറച്ച് കുറഞ്ഞു തോന്നും ചിലർക്ക്. അങ്ങനെയാണെങ്കിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താൽ മതി. ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടില്ല, കുറച്ച് കോഫി പൗഡർ ചേർക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ആദ്യം നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് ഒരു 10 എണ്ണം പൊടിച്ചെടുക്കാം. ഓറിയോ ബിസ്ക്കറ്റ് 10 എണ്ണം പൊടിച്ചെടുക്കാം. ഇത് മാറ്റി വയ്ക്കാം. 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ്. ഇത് ഒന്നുകിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ മൈക്രോ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. മൈക്രോയിലാണെങ്കിൽ ആദ്യം 30 സെക്കൻഡ് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 15 സെക്കൻഡും കൂടെ കൊടുത്താൽ മതി. ടോട്ടൽ ഒരു 45 സെക്കൻഡ്സ് കൊണ്ട് ഇത് മെൽറ്റായി കിട്ടും. ഈ ഡബിൾ ബോയിൽ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കണം, താഴെ വെക്കുന്ന പാത്രം ഈ പാത്രത്തെക്കാളും ചെറുതായിരിക്കാം. എപ്പോഴും നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ, ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ആവിയൊന്നും, വെള്ളത്തിൽ നിന്നുള്ള ആവിയൊന്നും ചോക്ലേറ്റിലേക്ക് വരാൻ പാടില്ല. അപ്പോൾ നമ്മളെപ്പോഴും താഴെ വയ്ക്കുന്ന പാത്രം മുകളിൽ വയ്ക്കുന്ന പാത്രത്തെക്കാട്ടിലും ചെറുതായിരിക്കണം. അപ്പം ഞാനിത് മൈക്രോ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവാം. 30 സെക്കൻഡ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഇത് നന്നായി വന്നിട്ടുണ്ട്. ചെറിയ ക്വാണ്ടിറ്റിയേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ ഗ്രേറ്റ് ചെയ്തിട്ടതായിരുന്നു. അതൊക്കെ ആയിട്ട് പെട്ടെന്ന് മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ആയിട്ടില്ല, കുറച്ചുകൂടെ പീസസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരു 15 സെക്കൻഡ് കൂടെ കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആവശ്യം ഇതിൽ ഇത് 30 സെക്കൻഡ് കൊണ്ട് തന്നെ നന്നായി വന്നിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ക്രീം, വിപ്പിംഗ് ക്രീമാണ്. ഞാൻ ഫിയോണയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഫിയോണയുടെ ഈ ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചോക്ലേറ്റ് ഞാൻ എടുത്തത് മെല്ലോ, ഇതിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ്. എല്ലാ ചോക്ലേറ്റും ഉണ്ട്, ഞാൻ എടുത്തിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റ്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് എടുക്കാം. നല്ല ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേറെ 2 പാത്രത്തിലേക്കും കൂടി ഡിവൈഡ് ചെയ്യാം. ഒന്നിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കോഫി ഫ്ലേവർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. ഞാൻ ജാറിൽ ചെയ്യുന്നത് കൊണ്ടാണ് അധികം സ്റ്റിഫ് ആവാതെ എടുത്തിട്ടുള്ളത്. നിങ്ങളിങ്ങനെ പുഡിംഗ് പോലെ ചെയ്ത് കട്ട് ചെയ്ത് ട്രേയിൽ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ചും കൂടെ ക്രീം കുറച്ചും കൂടെ നന്നായിട്ട് സ്റ്റിഫായിട്ട് എടുക്കണം. ജാറിൽ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ പീസസ് ആകുമ്പോൾ അധികം സ്റ്റിഫായില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് 3 ഫ്ലേവർ കിട്ടിയിട്ടുണ്ട്. കോഫി ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഈ 2 ഫ്ലേവർ ആണെങ്കിലും നല്ലതാണ്. ആദ്യം നമ്മൾ ചോക്ലേറ്റ്, ഒരു ലെയർ ചോക്ലേറ്റ്,
പൊടിച്ചു വെച്ചിട്ടുള്ള. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് സ്പഞ്ച് ചെയ്യാം, ചോക്ലേറ്റ് സ്പഞ്ച് ചേർക്കാം ഓറിയോ ബിസ്ക്കറ്റിന് പകരം. അത് ലെയർ ചെയ്താലും മതിയോ, തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ ലെയർ അത് കൊടുത്താലും മതി. അടുത്തത് കോഫി. വീണ്ടും നമ്മുടെ അടുത്തത് വൈറ്റ് ക്രീം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഓറിയോ ബിസ്ക്കറ്റ് ഫ്രഷ് പുതിനയില എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. റോസ് പെറ്റൽ, പിസ്ത. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. കണ്ടല്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളൊരു ആകെ ഒരു 10 മിനിറ്റ്സ് ഇതിന് എടുത്തിട്ടുണ്ടാവുള്ളൂ. 3 ഫ്ലേവേഴ്സ് വരുന്ന 4 ഫ്ലേവേഴ്സ് വരുന്നുണ്ട്. ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്, വാനില ഫ്ലേവർ ഉണ്ട്, കോഫി, അതുപോലെ ചോക്ലേറ്റ്. ഇതെല്ലാം നന്നായിട്ട് കമ്പൈൻ ചെയ്ത് നല്ല എല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ല സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ട്രൈ ചെയ്യും. എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.